കോളേജ് 2 ബാത്റൂമേ ഉള്ളൂ. ഞങ്ങൾ ഫുള്ള് 120 പേരുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ബാത്റൂം സൗകര്യം പോലും ഇല്ല. ആദ്യം ഒരു സമരം നടത്തിയപ്പോഴേ പറഞ്ഞായിരുന്നു 2 മാസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. അത് ബാക്കിയുള്ള എല്ലാ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും ഐഎൻസി ഉണ്ട്. ഞങ്ങളുടെ കോളേജ് മാത്രം എന്തുകൊണ്ട് ഐഎൻസി ഇല്ല? പത്തനംതിട്ട മാത്രമേ ഐഎൻസി ഇല്ലാത്തുള്ളൂ. എന്തുകൊണ്ടില്ല? ഒരു സൗകര്യമില്ല. ഒരു കോളേജിൽ എത്രമാത്രം ലാബാണ് വേണ്ടത്? കനത്ത മഴയാണ്. പക്ഷേ ഈ മഴ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമല്ല. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങൾ പഠിക്കുന്ന പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇതുവരെ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അവരിപ്പം വരും, 2 മാസത്തിനുള്ളിൽ വരും, 2 മാസത്തിനുള്ളിൽ വരും എന്നാണ് ഞങ്ങൾ വന്നപ്പം തൊട്ട് പറയണത്. പിന്നെ ചോദിക്കുമ്പോൾ റെഡി ആയിരിക്കുന്നു, ഇപ്പം വരും, ബസ് ഇപ്പം വരും. പക്ഷെ ബസ് എന്തേ? വാടക കെട്ടിടത്തിലാണ് നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. ടോയ്ലറ്റുകൾ ആവശ്യത്തിനില്ല. ആകെ ഈ കോളേജ് 2 ബാത്റൂമേ ഉള്ളൂ. ഞങ്ങൾ ഫുള്ള് 120 പേരുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ബാത്റൂം സൗകര്യം പോലും ഇല്ല. അടിസ്ഥാനമായിട്ട് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ക്ലാസ്സിലിരുന്ന് ഒന്നും പഠിപ്പിക്കണ കേൾക്കാൻ പറ്റത്തില്ല. ഈ മഴയത്ത് തന്നെ ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. കറണ്ട് ഇല്ല ക്ലാസ്സിൽ. അവർ നിന്ന ഓഫീസാണ് ഞങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നത്. ഞങ്ങൾക്ക് തല വരെ കറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കോളേജ് ബസ് ഇല്ല. 17 കിലോമീറ്റർ ദൂരെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ക്ലാസ്സിനായി സ്വന്തം പണം മുടക്കി പോകേണ്ട അവസ്ഥ. ഞങ്ങള് വണ്ടിക്കൂലി മുടക്കിയാണ് കോന്നി മെഡിക്കൽ കോളേജ് വരെ ക്ലാസ്സിന് പോണത്. അത് എല്ലാ മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് പഠിക്കുന്നവര് അവരവന്റെ ഗവൺമെന്റ് കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് വേറെ പോയി പഠിക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത തങ്ങളുടെ കോളേജിന് എങ്ങനെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റ് സെക്ടർ ഇരുത്തിയിട്ട് ഞങ്ങളെ ഇവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ പോരായ്മ. ഞങ്ങൾക്ക് ഇവിടെ ഒരു വാടക കെട്ടിടത്തിൽ ഈ 2 നില കെട്ടിടത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ 120 കുട്ടികൾ, ഈ 120 കുട്ടികളെ വെച്ചവർ എങ്ങനെയാണ് INC അധികാരം എടുത്തു തരുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള INC അധികാരത്തെ കുറിച്ച്. മറ്റൊരിടത്ത് കൂടുതൽ സൗകര്യങ്ങളോടെ താൽക്കാലിക കെട്ടിടം സജ്ജമാക്കുമെന്നും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തിനുള്ള പരിശോധന ഉടൻ പൂർത്തിയാകും എന്നുമാണ് കോളേജ് അധികൃതർ പറയുന്നത്. മഴയായാലും വെയിലായാലും സമരം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.